കർണാടകയിലെ മുഖ്യമന്ത്രി മാറ്റത്തിൽ നാളെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം. DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി യോഗത്തിൽ തിരഞ്ഞെടുത്തേക്കും. വൈകിട്ട് 4 മണിക്ക് വിധാൻ സൗധയിലാണ് യോഗം. സിദ്ധരാമയ്യ, DK ശിവകുമാർ, രൺദീപ് സിംഗ് സുർജേവാല എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. സജു ചാമക്കാലയിൽ വിവരങ്ങളുമായി. സജു, വളരെ വേഗം തന്നെ സത്യപ്രതിജ്ഞയിലേക്ക് കടക്കുക എന്നതാണ് ഹൈക്കമാൻഡ് നീക്കമെന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ അവിടെയും ഒരുപക്ഷെ വെല്ലുവിളിയാകാൻ സാധ്യതയുള്ളത് സിദ്ധരാമയ്യ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ വലിയൊരു ലിസ്റ്റ് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ കൂടിക്കാഴ്ചയൊക്കെ ഡൽഹിയിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് നീക്കങ്ങൾ? അനുജ ഗോകുൽ, എന്തായാലും നാളെ വൈകിട്ട് 4 മണിക്കാണ് വിധാൻ സൗദയിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുക. അതിനുശേഷമായിരിക്കും പുതിയ മുഖ്യമന്ത്രി DK ശിവകുമാർ എന്ന് അധികാരമേൽക്കുമെന്നുള്ളൊരു കൃത്യമായിട്ടുള്ള സമയമുണ്ടാവുക. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഞായറാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ആയിരിക്കും സത്യപ്രതിജ്ഞ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇരുവരും ഇപ്പോൾ ഡൽഹിയിലാണ്. ഇന്ന് വൈകിട്ടോടുകൂടി രാത്രിയോടുകൂടിയാണ് രാജിവെച്ച മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധരാമയ്യ അദ്ദേഹം ബംഗളൂരിലേക്ക് എത്തുക. നാളെ ആയിരിക്കും DK ശിവകുമാർ എത്തുക. അതിനുശേഷമായിരിക്കും മറ്റു നേതാക്കളൊക്കെയും ബംഗളൂരിലേക്ക് എത്തുക. അതിനുശേഷമായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുമെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ സിദ്ധരാമയ്യ ചില കാര്യങ്ങളൊക്കെയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങളെന്ന് പറയാൻ തന്നെ മകൻ യതീന്ദ്രയെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കണം, പ്രത്യേകിച്ച് കീ പോസ്റ്റുകൾ നൽകണം എന്നുള്ള ആവശ്യമാണ്. അതെന്തായാലും അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് രാജ്യസഭാ സീറ്റ് ഏറ്റെടുക്കണമെന്നും അതോടൊപ്പം തന്നെ OBCയുടെ മുഖമായി ദേശീയ തലത്തിലേക്ക് അദ്ദേഹം മാറണമെന്നുള്ള ആവശ്യം പക്ഷേ അദ്ദേഹം അംഗീകരിച്ചില്ല. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് അദ്ദേഹം സംസ്ഥാനത്ത് തന്നെ തുടരും. 2 വർഷം കൂടി അദ്ദേഹത്തിന് MLA സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ തന്നെ തുടരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് DK ശിവകുമാർ അദ്ദേഹത്തിന്റെ ചില ആഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും ജനപ്രീതിയുള്ള ഒരു മനുഷ്യനാണ് ഈ സിദ്ധരാമയ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം 20 വർഷമായി പാർട്ടിയിലേക്ക് എത്തിയിട്ട് 2006 അദ്ദേഹം JDSൽ നിന്നും കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത്. പിന്നീട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജനകീയത വളരുകയാണ്. പ്രത്യേകിച്ച് അഹിന്ദ വിഭാഗത്തിന്റെ ഒക്കെയും പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് സാമൂഹിക വിഭാഗത്തിന്റെ എല്ലാത്തിനെയും പിന്തുണ ഉറപ്പിക്കാൻ സിദ്ധരാമയ്യക്ക് ആയിട്ടുണ്ട്. പക്ഷേ പാർട്ടിയുടെ മുഖം എന്ന രീതിയിൽ 2020 മുതൽ 135 സീറ്റിലേക്ക് പാർട്ടിയെ എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രൈക്ക് റേറ്റ് നേടിയെടുക്കാൻ സാധിച്ചത് DK ശിവകുമാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രബിൾ മേക്കർ ആയിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ തക്ക ശേഷിയുള്ള DK ശിവകുമാറിന് ഇനിയിപ്പോൾ 2 വർഷം ബാക്കി നിൽക്കെ, തിരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കെ അദ്ദേഹത്തെ നേതൃപദവിയിലേക്ക് കൊണ്ടുവന്ന് 2028 നടക്കാനിരിക്കുന്ന കർണാടക നിയമസഭയിൽ വീണ്ടും അധികാരത്തിലേക്ക് വരിക എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചർച്ചകളൊക്കെയും പുരോഗമിച്ചത്. വളരെ സ്മൂത്തായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇതുവരെ നീങ്ങിയത്. എന്തായാലും ഇനിയിപ്പോൾ സിദ്ധരാമയ്യ അദ്ദേഹം മുൻപോട്ട് വെച്ച ആവശ്യങ്ങളും കൂടി, പ്രധാനപ്പെട്ട ആവശ്യങ്ങളും കൂടി ഹൈക്കമാൻഡ് അംഗീകരിക്കുകയാണെങ്കിൽ കർണാടകയിൽ യാതൊരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ പുതിയ സർക്കാർ, DK ശിവകുമാർ സർക്കാർ മുൻപോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാളെ വൈകിട്ട് 4 മണിക്കാണ് പാർലമെന്ററി പാർട്ടി യോഗം ചേരുക. കോൺഗ്രസിന്റെ പ്രത്യേക പ്രതിനിധികളോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് ചുമതലയുള്ള രൺദീപ് സിംഗ് സുർജേവാല അടക്കമുള്ള നേതാക്കൾ നാളെ സംസ്ഥാനത്തേക്ക് എത്തും. അതാണ് വലിയൊരു ലിസ്റ്റ് ഹൈക്കമാൻഡിന് സിദ്ധരാമയ്യ കൈമാറിയിട്ടുണ്ട്. കൂടാതെ കുറച്ച് നേതാക്കൾ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പട്ടിക നൽകിയിട്ടുണ്ട്. ഒപ്പം രാജ്യസഭാ സ്ഥാനാർത്ഥികൾ ആരാകണം എന്നതിലും സിദ്ധരാമയ്യ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഹൈക്കമാൻഡിന്റെ പരിഗണനയിലാണ്. മന്ത്രിസഭാ പുനഃസംഘടനയൊക്കെ പിന്നീട് ഉണ്ടാകുമെന്നായി. അതിലും സത്യപ്രതിജ്ഞ ഉടൻ തന്നെ ഉണ്ടാകും മുഖ്യമന്ത്രിയുടേത് എന്നാണ് നമ്മൾ അറിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.